നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ പ്രകരണമാകുന്നു. സാരാവലിയിൽ കല്യാണവർമാവ് സവിസ്തരം യോഗത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ ചതുർഗ്രഹ യോഗ ചർച്ചയാണ് നാം ചെയ്യുന്നത്. ഇവിടെ ചതുർഗ്രഹ യോഗകർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ സൂര്യനും ബുധനും ശുക്രനും ശനിയുമാകുന്നു. ഇവിടെ രണ്ട് ശുഭഗ്രഹങ്ങളാണ്, ബുധനും ശുക്രനും, രണ്ട് പാപഗ്രഹങ്ങൾ സൂര്യനും ശനിയും. അതിനാൽ ഈ യോഗത്തിൽ വരുന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് പ്രസ്തുത യോഗത്തിലൂടെ കല്യാണവർമാവ് വിശദീകരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. മുഖര സുഭഗപ്രാജ്ഞോ ദൃഢസൗഖ്യ സത്വ ശൗചസമ്പന്ന ധീരോ മിത്രസഹായോ രവിബുധ സിത സൗരി സംയോഗേ. രവി സൂര്യൻ, ബുധൻ, സിത ശുക്ര, സൗരിഹി സൂര്യസ്യ അപത്യം പുമാൻ. അതിനാൽ ഈ 4 ഗ്രഹങ്ങളുടെയും സംയോഗേ, യോഗത്താൽ ഉണ്ടാവുന്ന വ്യക്തി ആരൊക്കെയായിത്തീരുന്നു? ആ മനുഷ്യൻ മുഖരഹ ഭവതി. മുഖരഹ ഇത്യസ്യ ശബ്ദായമാനഃ, ശബ്ദിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് വലിയ വാക് പ്രകടനങ്ങൾ നടത്തുന്ന വ്യക്തിക്കാണ് മുഖരി എന്ന് പറയുന്നത്. അപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ മനുഷ്യനാണ് ഈ ചതുർഗ്രഹ യോഗത്തിലൂടെ ഭൂജാതനാകുന്നത്. പിന്നീട് സുഭഗഃ ഭവതി, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുന്ന വ്യക്തിയാകുന്നു. പിന്നീട് ഈ വ്യക്തി പ്രാജ്ഞഃ, നല്ല പണ്ഡിതനാണ്. പ്രജ്ഞ അസ്യ അസ്തി ഇതി പ്രാജ്ഞഃ, പണ്ഡിതനാണ്. ഈ പണ്ഡിതനായ വ്യക്തിക്ക് മുഖരഃ, ധാരാളം സംസാരിക്കുവാൻ പറ്റും. സദസ്സിലൊക്കെ തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാനുള്ള കഴിവ് അദ്ദേഹം ഒരു അവസരം വന്നാൽ വേണ്ട രീതിയിൽ അതിനെ വിനിയോഗിക്കുമെന്നർത്ഥം. പിന്നീട് അദ്ദേഹം ദൃഢസൗഖ്യ, നല്ല ബലമുള്ള സൗഹൃദങ്ങളിലെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളൊക്കെ വളരെ ബലമുള്ളതാണ്. പിന്നീട് അദ്ദേഹം സത്വഹ ഭവതി, സാത്വികത സത്വഹ ഭവതി. അദ്ദേഹത്തിന് സത്വഗുണം വളരെ കൂടും. സത്വഗുണം കൂടിയാൽ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ശാരീരികവും മാനസികമായ ആ ധൈര്യവിശേഷമാകുന്നു സത്വം. പിന്നീട് അദ്ദേഹം നല്ല പരാക്രമിയാകുമെന്നർത്ഥം. ശൗചഃ സമ്പന്നഃ ഭവതി, നല്ല ശുചിത്വഗുണമുള്ള മനുഷ്യനാണ്. ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കും. സമ്പന്നനാണ്. സാമ്പത്തികമായും അദ്ദേഹം വളരെ ഉയർന്ന രീതിയിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും പല മേഖലകളിലും സംസാരിച്ച ആളുകളെ കീഴ്പ്പെടുത്തുവാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കുമെന്നർത്ഥം. ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു യോഗമാണ് ഈ 4 ഗ്രഹങ്ങളെയും ചതുർഗ്രഹ യോഗ ഫലമായി കല്യാണവർമാവിവിടെ വിശദീകരിക്കുന്നത്. നമസ്തേ.